എന്റെ പേര് ഷീന. ഞാൻ സൗത്ത് സൂറയിൽ നിന്ന് വരുന്നു. അമ്മ മാതാവ് യേശുവും തന്ന അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഈ വർഷം മെയ് മാസത്തില് എനിക്ക് തൈറോയിഡക്ടമി ഓപ്പറേഷൻ ചെയ്തിരുന്നു. ഓപ്പറേഷന്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എനിക്ക് വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ ഇവിടെ കുവൈറ്റിൽ വന്നു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ സംസാരിക്കുന്നത് ഒന്നും ആർക്കും മനസ്സിലാകാത്ത അവസ്ഥയിലായിപ്പോയി. എനിക്ക് ശ്വാസം മുട്ടലും തുടങ്ങി. അപ്പോൾ ഞാനാണെങ്കിൽ എന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ക്ലൈമറ്റ് മാറിയത് കൊണ്ടായിരിക്കും, അത് ആന്റിബയോട്ടിക് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പല ഡോക്ടേഴ്സിനെയും കണ്ട് 3 തരത്തിലുള്ള ആന്റിബയോട്ടിക് എടുത്തു. എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടൽ കൂടുകയും ഞാൻ പറയുന്ന ഒരു വാക്ക് പോലും ആർക്കും മനസ്സിലാകാത്ത അവസ്ഥ വന്നു. ഈ സമയത്ത് യാദൃശ്ചികവശാൽ ഒരു ഡോക്ടർ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ വന്നു. ആ ഡോക്ടറെ എന്റെ സൗണ്ട് കേട്ടിട്ട് പറഞ്ഞു നെർവ് ഇഞ്ചുറി ആയിരിക്കും, പെട്ടെന്ന് ചെന്ന് ഒരു ENT ഡോക്ടറിനെ കാണാൻ പറഞ്ഞു. ഞാൻ ഒരു ENT ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇൻഫെക്ഷൻ ആണ്, തൈറോയിഡക്ടമി ഓപ്പറേഷനുമായിട്ട് ഒരു ബന്ധമില്ല, സിസ്റ്ററിന്റെ നോസിനാണ് ബ്ലോക്ക് ഉള്ളത്, അത് ആന്റിബയോട്ടിക് എടുത്താൽ മാറുമെന്ന് പറഞ്ഞു. അവരെനിക്ക് ക്ലാസ്സിൽ ആന്റിബയോട്ടിക് തന്നു, 10 ഡേയ്സ് കഴിക്കാൻ പറഞ്ഞു. എനിക്ക് ഉറങ്ങാൻ ഒരു ദിവസം പോലും പറ്റുന്നില്ല. ഞാൻ ഇരുന്നായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത് 1 മന്ത്. അപ്പം എനിക്ക് ഉറങ്ങാൻ പറ്റാത്തപ്പോൾ ഞാൻ എന്നും രാത്രി ലേറ്റിരുന്ന് കരയുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ അറിയാണ്ട് മയങ്ങിപ്പോയപ്പോൾ ജോസഫച്ചനെ സ്വപ്നം കണ്ട്. ജോസഫച്ചൻ ഇങ്ങനെ അൾത്താരയിൽ നിന്ന് പറയുവാണ് എല്ലാവരും ഞാൻ എല്ലാവരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാം, ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും വരാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞതിൽ പിന്നെ ഞാൻ ഉറങ്ങാൻ തുടങ്ങി. പക്ഷെ ഒരു വാക്കുപോലും ഞാൻ സംസാരിക്കുന്നത് ആർക്കും മനസ്സിലാകാത്ത അവസ്ഥയായിരുന്നു. എന്റെ വെയിറ്റ് 1 മാസം കൊണ്ട് 5 കിലോ കുറയുകയും ചെയ്തു. അപ്പം എനിക്ക് എപ്പോഴും എനിക്കിങ്ങനെ തുറന്നേ ഇരിക്കത്തുള്ളൂ. മാസ്ക് വെച്ചാണ് ഞാൻ നടക്കുന്നത്. എന്റെ അടുക്ക നിൽക്കുന്നവരെല്ലാം പറയും ഇതെന്തുവാ ശ്വാസമുട്ടലാണല്ലോ എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് വരെ പറയുമായിരുന്നു. ഞാൻ പറയുന്ന ഒരു വാക്ക് പോലും മനസ്സിലാകാത്തതുകൊണ്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഫോൺ എടുക്കുന്നവരൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ഓരോ കാര്യത്തിന് ഫോൺ വിളിക്കുമ്പോൾ പറയുമായിരുന്നു മറ്റുള്ളവർക്ക് ഫോൺ കൊടുക്കുക, സിസ്റ്റർ പറയുന്ന ഒന്നും മനസ്സിലാകത്തില്ലെന്ന് പറയുമായിരുന്നു. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തൊരു ദിവസം വേറൊരു ENT ഡോക്ടറിനെ കാണുവാൻ ചെന്നു. ആ ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു സിസ്റ്റർ അർജന്റ് ആയിട്ട് പോയി സീറ്റ് ചെയ്തിട്ട് വാ, ഇത് ഓപ്പറേഷൻ വേണ്ടതാണ്, പക്ഷെ ഓപ്പറേഷൻ സിസ്റ്ററിന്റെ ഹോസ്പിറ്റലിൽ ചെയ്യരുത്, ഇത് സെയിൻ ഹോസ്പിറ്റലിൽ പോയി മാത്രമേ ചെയ്യാവോളെന്ന് പറഞ്ഞു. കാരണം ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ബാബു ബ്രദറിനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടായിരുന്നു. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടപ്പോൾ ബാബു ബ്രദർ പറഞ്ഞു 5 ആഴ്ച അടുപ്പിച്ച് ഇവിടെ വന്ന് അഖണ്ഡ ജപമാല കൂടണമെന്ന് പറഞ്ഞു. ഞാൻ CT സ്കാൻ ചെയ്യാൻ വേണ്ടി പോയെടുത്ത് നമ്മുടെ ഈ ഉടമ്പടി അഖണ്ഡ ജപമാലയിൽ വരുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കും സിസ്റ്ററെ, ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. CT സ്കാൻ റിപ്പോർട്ട് ഞാൻ 4 ഡോക്ടേഴ്സിനെ കാണിച്ചു. 4 പേര് എന്നോട് സർജറി പറഞ്ഞു. ഞാൻ ലാസ്റ്റ് സെയിൻ ഹോസ്പിറ്റലിൽ ഒരു സിസ്റ്ററിനെ അയച്ചു കൊടുത്തപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു സിസ്റ്ററെ ഇത് സർജറിയാണ് പറഞ്ഞത്. സിസ്റ്റർ ഒരു വാക്ക് എന്നോട് പറഞ്ഞു മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് പറഞ്ഞു. ആ വചനം ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ അത് എന്റെ മനസ്സിലോട്ട് ഇങ്ങനെ തറഞ്ഞു വന്നു. അപ്പൊ ഞാൻ സിസ്റ്ററിനെ വോയിസ് അയച്ചു സിസ്റ്ററെ ഞാൻ ഒക്ടോബർ മാസം ലാസ്റ്റ് വന്ന് സർജറിക്ക് വരത്തുള്ളൂ, അല്ലെ ഞാൻ ഡോക്ടറിനെ കാണാൻ വരത്തുള്ളൂ. അപ്പൊ എന്റെ മനസ്സിലുണ്ട് എന്റെ 5 അഖണ്ഡ ജപമാലയും കഴിയും, ഒക്ടോബർ മാസത്തിലെ മാതാവിന്റെ മാസവും കഴിയും. അപ്പൊ എനിക്ക് അത്രയും ഒരു അനുഗ്രഹം കിട്ടുമെന്ന് ഇത്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചായിരുന്നു ഒരിക്കലും എനിക്ക് സർജറി ചെയ്യേണ്ടി വരത്തില്ല. ഞാൻ എന്റെ തൈറോയിഡക്ടമി ചെയ്യണേന് മുന്നം ഞാൻ ജോസഫച്ചന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് തൈറോയിഡക്ടമി ചെയ്തത്. അപ്പൊ ഒരു കാരണവശാലും എനിക്ക് വരത്തില്ലെന്ന് മനസ്സിലായി. ഞാൻ അങ്ങനെ രാത്രിയിൽ ഒരു ദിവസം ബൈബിൾ ഇങ്ങനെ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഊമനെ സുഖപ്പെടുത്തുന്ന ഒരിതാണ് കിട്ടിയത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് 9-ാം അധ്യായം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്നും അന്നേരം ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ ഡേറ്റും ഇട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒക്ടോബർ 10-നാണ് ഈ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞത്. 20-ാം തീയതി ആയപ്പോ എന്റെ സൗണ്ട് കുറേശ്ശെ ഓക്കെ ആയി വരുന്നു. അപ്പൊ എന്നോട് എല്ലാവരും ചോദിച്ചു, ഞാൻ ഈ ഓപ്പറേഷന്റെ കാര്യം ആരോടും പറഞ്ഞില്ല. അപ്പൊ എന്നോട് ഈ ഡോക്ടേഴ്സ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി ഏത് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് നിനക്കിത് സൗണ്ട് ഓക്കെ ആയി എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് ഞാനിങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അത് ഓക്കെ ആവും ഡോക്ടറെ എന്ന് പറഞ്ഞു. അവസാനം ഒക്ടോബർ 31 ആയപ്പോ എനിക്ക് കംപ്ലീറ്റ് എനിക്ക് സംസാരിക്കുവാൻ പറ്റി. എനിക്കിപ്പോ എല്ലാവരും എന്നോട് ചോദിക്കും എങ്ങനെയാന്ന്. അപ്പൊ ഞാനിങ്ങനെ പറയും അഖണ്ഡ ജപമാല എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ പോയി പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ രോഗസൗഖ്യം തന്നതെന്ന്. അതിനു മുന്നേ എന്നെ ഹോസ്പിറ്റലിൽ അറിഞ്ഞുകൊണ്ടിരുന്നത് ആ സംസാരിക്കാൻ പറ്റാത്ത സിസ്റ്ററാണ് ഫോൺ വിളിച്ച എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും യേശുവിനും നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബാബു ബ്രദറിനും മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങൾക്കും നന്ദി പറയുന്നു.